മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ തുലാം രാശിക്കാരുടെ 2025 മെയ് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് വിവരിക്കുന്നത്. മാസാരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും. സൂര്യൻ തൻ്റെ ഉച്ചസ്ഥാനമായ മേടത്തിലും, ഗുരു ഇടവം രാശിയിലും, ചൊവ്വ തൻ്റെ നീചസ്ഥാനമായ കർക്കടകത്തിലും, കേതു കന്നി രാശിയിലും, ബുധൻ, ശുക്രൻ, ശനി, രാഹു എന്നീ 4 ഗ്രഹങ്ങൾ മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത്. മെയ് 7-ാം തീയതി ബുധൻ മീനത്തിൽ നിന്നും മേടത്തിലേക്കും പിന്നീട് 23-ാം തീയതി ഇടവത്തിലേക്കും രാശി മാറുന്നതായിരിക്കും. മെയ് 14-ാം തീയതി ഗുരു ഇടവം രാശിയിൽ നിന്നും മിഥുനത്തിലേക്കും 15-ാം തീയതി സൂര്യൻ മേടത്തിൽ നിന്നും ഇടവത്തിലേക്കും രാശി മാറുന്നതായിരിക്കും. മെയ് 18-ാം തീയതി രാഹു മീനം രാശിയിൽ നിന്നും കുംഭത്തിലേക്കും കേതു കന്നി രാശിയിൽ നിന്നും ചിങ്ങത്തിലേക്കും രാശി മാറുന്നതായിരിക്കും. മെയ് 31-ാം തീയതി ശുക്രൻ മീനത്തിൽ നിന്നും മേടത്തിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും. മാസാരംഭത്തിൽ മിഥുനത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ 2.25 ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതുമായിരിക്കും. ഈ മാസത്തിലെ പ്രധാനപ്പെട്ട രാശിമാറ്റങ്ങൾ ഗുരു, രാഹു, കേതു എന്നീ ഗ്രഹങ്ങളുടേതായിരിക്കും. ശനിയും രാഹുവും ചേർന്ന് മീനത്തിൽ അശുഭ പിശാചി യോഗം നിർമ്മിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് ശനി, രാഹു, ശുക്രൻ എന്നീ ഗ്രഹങ്ങളുടെ ഫലങ്ങളെ ഇത് നെഗറ്റീവായിട്ടായിരിക്കും ബാധിക്കുന്നത്. മെയ് 18-ാം തീയതി രാഹു കുംഭത്തിലേക്ക് രാശി മാറിക്കഴിയുമ്പോൾ ശനിയുടെയും രാഹുവിൻ്റെയും ശുഭഫലങ്ങൾ ലഭിക്കുവാൻ തുടങ്ങുന്നതായിരിക്കും. അതിനാൽ മാസത്തിൻ്റെ ആദ്യ പകുതി അധികം രാശിക്കാർക്കും അത്ര ശുഭകരമായിരിക്കത്തില്ല. ഇത് പ്രത്യേകം ഓർമ്മയിലുണ്ടായിരിക്കണം. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില, ഇപ്പോഴത്തെ മഹാദശ, അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും രാശിമാറ്റവും മറ്റും നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങൾ നൽകുമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ഈ മാസം നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. 1-ാം ഭാവാധിപൻ ശുക്രനാണ്. ശുക്രൻ നിൽക്കുന്നത് നിങ്ങളുടെ 6-ാം ഭാവത്തിലാണ്. ഇത് ശുക്രൻ്റെ ഉച്ചസ്ഥാനമായ മീനം രാശിയാണ്. ശുക്രൻ ഇവിടെ വിപരീത രാജയോഗവും നിർമ്മിക്കുന്നുണ്ട്. അതായത് 6, 8, 12 എന്നീ ഭാവങ്ങളുടെ അധിപൻ 6, 8, 12 ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം നിർമ്മിതമാകുന്നത്. ഇവിടെ 8-ാം ഭാവാധിപൻ 6-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 6-ാം ഭാവം രോഗസ്ഥാനവുമാണ്. പൊതുവെ പറയുകയാണെങ്കിൽ ശുക്രൻ്റെ സ്ഥിതി നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും. ആരോഗ്യത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളില്ല. എങ്കിലും ഇവിടെ രാഹുവും ശനിയും ശുക്രനോടൊപ്പം നിൽക്കുന്നതിനാൽ നേരത്തെ മുതൽ രോഗഗ്രസ്തരായിട്ടുള്ളവർ സമയത്ത് മരുന്നുകൾ കഴിക്കുന്നതും ചെക്കപ്പുകളും മറ്റും ചെയ്യിക്കുന്നതും ശുഭകരമായിരിക്കും. മെയ് 18-ന് രാഹുവിൻ്റെ രാശിമാറ്റത്തോടെ ഈ വക പ്രശ്നങ്ങളും മാറിക്കിട്ടുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്നതിനെക്കുറിച്ചാണ് വിവരിക്കുന്നത്. 5-ാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. 5-ാം ഭാവാധിപൻ ശനിയാണ്. ശനി നിൽക്കുന്നത് നിങ്ങളുടെ 6-ാം ഭാവത്തിലാണ്. ശനിയുടെ പൊസിഷൻ നല്ലതാണെങ്കിലും ഒപ്പം രാഹു നിൽക്കുന്നതിനാൽ വിദ്യാർത്ഥികളുടെ ശ്രദ്ധ പഠനത്തിൽ നിന്നും വ്യതിചലിക്കുന്നതായിരിക്കും. നിങ്ങളിലൊരു അലസതയും വരാൻ ഇടയുണ്ട്. അതിനാൽ ഈ സമയത്ത് കുറച്ച് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും. മാതാപിതാക്കളും കുട്ടികളെ ഈ കാര്യത്തിൽ ഗൈഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. മെയ് 18-ാം തീയതി രാഹുവിൻ്റെ രാശിമാറ്റത്തോടെ ഈ വക പ്രശ്നങ്ങളും മാറിക്കിട്ടുന്നതായിരിക്കും. ലവ് റിലേഷനിലുള്ളവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ശനിയും രാഹുവും ഒന്നിച്ചു നിൽക്കുന്നതും 5-ൽ ചൊവ്വയുടെ 8-ാം ദൃഷ്ടി പതിക്കുന്നതും കാരണം നിങ്ങളുടെ പാർട്ട്ണറിൽ ഒരു അഗ്രസീവ്നെസ് കാണുവാൻ സാധിക്കുന്നതായിരിക്കും.
അത് കാരണം നിങ്ങൾ തമ്മിൽ വാക്കുതർക്കങ്ങളും മറ്റും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. ഈ സമയത്ത് പ്രശ്നങ്ങളെ ബുദ്ധിപൂർവവും യുക്തിപൂർവവും കൈകാര്യം ചെയ്യുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും. ഇനി തുലാം രാശിക്കാരുടെ ദാമ്പത്യ ജീവിതം ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. 7ാം ഭാവമാണല്ലോ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. 7ാം ഭാവാധിപൻ ചൊവ്വയാണ്. ചൊവ്വ നിൽക്കുന്നത് തൻ്റെ നീചസ്ഥാനമായ കർക്കടകം രാശിയിലാണ്. ചൊവ്വ ജൂൺ 7-ാം തീയതി വരെ നീചസ്ഥാനത്തായിരിക്കും നിൽക്കുന്നത്. ഈ സമയത്ത് ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട്. ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം. അതുപോലെ നിങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കുവാനും ശ്രദ്ധിക്കണം. ഈ സമയത്ത് നല്ല മാച്യൂരിറ്റിയോടെ വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ. ഭാഗ്യസ്ഥിതികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ 9ാം ഭാവാധിപൻ ബുധനാണ്. മീനത്തിൽ നിൽക്കുന്ന ബുധൻ മെയ് 7-ാം തീയതി മേടത്തിലേക്കും പിന്നീട് മെയ് 23-ാം തീയതി ഇടവത്തിലേക്കും രാശി മാറുന്നതായിരിക്കും. മെയ് 14-ാം തീയതി ഗുരുവും ഭാഗ്യസ്ഥാനത്തേക്ക് രാശി മാറുന്നതായിരിക്കും. മേടത്തിലും ഇടവത്തിലും ബുധനും സൂര്യനും ചേർന്ന് ബുധാദിത്യ യോഗവും നിർമ്മിക്കുന്നതായിരിക്കും. പൊതുവെ പറയുകയാണെങ്കിൽ ഭാഗ്യസ്ഥിതികൾ ഈ മാസം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. വിഘ്നങ്ങളില്ലാതെ കാര്യങ്ങൾ നടന്നു കിട്ടുന്നതുമായിരിക്കും. ഈ സമയത്ത് ദൂരയാത്രകളും മറ്റും ചെയ്യുന്നതാണ്. യാത്രയിൽ പ്രതീക്ഷിച്ച ഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും. ഈ സമയത്ത് പിതാവിൻ്റെ എല്ലാ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും. ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതും ദാനധർമ്മങ്ങളും മറ്റും ചെയ്യുന്നതുമായിരിക്കും. ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലമായിരിക്കും. കോമ്പറ്റേറ്റീവ് പരീക്ഷകളിലും മറ്റും പങ്കെടുക്കുന്നവർക്ക് അതിൽ നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും. സന്താനപക്ഷത്തെക്കുറിച്ച് എന്തെങ്കിലും ആശങ്കകളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും. ഇത് അവരുടെ വിദ്യാഭ്യാസം, കരിയർ, വിവാഹം, സാമ്പത്തിക സ്ഥിതി, ആരോഗ്യം എന്നിവയെക്കുറിച്ചൊക്കെ ആകാനാണ് സാധ്യതകൾ. വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നതായിരിക്കും. ഇനി നിങ്ങളുടെ കരിയറിനെ കുറിച്ചാണ് പറയുന്നത്. 10ാം ഭാവമാണല്ലോ കരിയറുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. 10ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുകയാണ്. ഇത് ചൊവ്വയുടെ നീചസ്ഥാനമാണ്. ചൊവ്വ മാസം മുഴുവനും ഇവിടെ തന്നെ ആയിരിക്കും നിൽക്കുന്നത്. ഈ സമയത്ത് ഓഫീസിൽ ആരുമായും വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല. മെയ് 18-ാം തീയതി കേതു 11ാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ കുറച്ചൊക്കെ ആശ്വാസം ലഭിക്കുവാൻ തുടങ്ങുന്നതായിരിക്കും. മേലധികാരികളുടെയും സഹപ്രവർത്തകരുടെയും സഹകരണവും ലഭിക്കുന്നതായിരിക്കും. എങ്കിലും ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ ധൃതി പിടിക്കാതെ വേണം ചെയ്യുവാൻ. വ്യാപാരി വ്യവസായികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ മാസത്തിൻ്റെ ആദ്യ പകുതി സാമാന്യമായിരിക്കും. പക്ഷേ ലാഭസ്ഥാനത്തേക്ക് കേതുവിൻ്റെ രാശിമാറ്റവും ബുധൻ്റെ രാശിമാറ്റവും ബിസിനസ്സിൽ ലാഭസ്ഥിതികൾ മാസത്തിൻ്റെ 2ാം പകുതിയിൽ നല്ലതാകുവാൻ സഹായിക്കുന്നതായിരിക്കും. സാമ്പത്തികപരമായും സ്ഥിതികൾ നല്ലതായിരിക്കും. ഇതാണ് തുലാം രാശിക്കാരുടെ മെയ് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.